നമസ്കാരം. കൊച്ചുകുട്ടികളുടെ കഞ്ഞിപ്പാത്രം പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണോ കേരളം നീങ്ങുന്നത്? അധികാരം മാറുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജീവിതം മെച്ചപ്പെടുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ഉയരുന്ന പരാതികൾ പറയുന്നത് മറ്റൊന്നാണ്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി ആവശ്യമായ തുക ലഭിക്കാതെ അധ്യാപകരും പ്രധാനാധ്യാപകരും പാചക തൊഴിലാളികളും നെട്ടോട്ടമോടുകയാണെന്ന വാർത്ത വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. വിലക്കയറ്റം കുതിച്ചുയരുമ്പോൾ പഴയ നിരക്കിൽ തന്നെ പണം നൽകി ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും പല സ്കൂളുകളും കടം വാങ്ങിയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ ഉച്ചഭക്ഷണ പട്ടികയിൽ ഇടം പിടിച്ച ബിരിയാണി വിളമ്പാൻ ഫണ്ടില്ലാതെ സർക്കാർ മെനു പരിഷ്കരിച്ചുവെങ്കിലും പണം മാറ്റിവെക്കാതിരുന്നതാണ് പ്രതിസന്ധിയായത്. ഫ്രൈഡ് റൈസും ബിരിയാണിയും മുട്ടയും ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ അധ്യയന വർഷം മെനു പരിഷ്കരിച്ചത്. പണം അനുവദിക്കാത്തതിനാൽ പരിഷ്കരണം മിക്ക സ്കൂളുകളിലും നടപ്പായില്ല. ഏത് ഭക്ഷണം നൽകാമെന്ന് സ്കൂളിലെ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. വെജിറ്റബിൾ ബിരിയാണി, മുട്ടക്കറി, തേങ്ങാച്ചോറ്, കാരറ്റ് ചോറ് എന്നിവ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടില്ല. നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ചോറും 2 കറികളും മാത്രമേ നൽകാനാവൂ. ആഴ്ചയിലൊരിക്കലായിരുന്നു ബിരിയാണി നൽകിയിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് മാസത്തിലൊരിക്കലാകാനാണ് സാധ്യത. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ദിവസം 6.19 രൂപയും 6 മുതൽ 8 വരെയുള്ളവർക്ക് 9.29 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ കുത്തനെയുള്ള വിലക്കയറ്റം കാരണം ഈ തുകയ്ക്ക് ചോറും കറിയും പോലും നൽകാനാകാത്ത അവസ്ഥയാണ്. ഓരോ സ്കൂളിലെയും ഉച്ചഭക്ഷണ സമിതികളാണ് വിഭവ സമാഹരണം നടത്തി മെച്ചപ്പെട്ട ഭക്ഷണം നൽകുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പിരിവെടുത്താണ് മിക്കയിടങ്ങളിലും ഭക്ഷണം നൽകുന്നത്. ഇത് സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം അറിയണമെങ്കിൽ അതിലെ കുട്ടികളുടെ ജീവിതം നോക്കിയാൽ മതി എന്ന് പറയാറുള്ളതിനെ യാഥാർത്ഥ്യമാക്കുന്ന നടപടിയാണ്. ആ കുട്ടികളുടെ കഞ്ഞിപ്പാത്രത്തിൽ പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ നിഴൽ വീഴുന്നുണ്ടെങ്കിൽ അതൊരു ഭരണ സംവിധാനത്തിനും അഭിമാനിക്കാനുള്ള സാഹചര്യമല്ല. വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കേണ്ട പദ്ധതി സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നിരപരാധികളായ കുട്ടികളാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട്. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം ആ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകാതെ പോകുമ്പോഴാണ് നിരാശയും വിമർശനവും ഉയരുന്നത്. പാചക തൊഴിലാളികളുടെ വേതനവും വൈകുന്നു. സ്കൂളുകൾക്ക് ചെലവ് വഹിക്കാൻ ബുദ്ധിമുട്ടുന്നു. സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടും അനുവദിക്കുന്ന തുകയിൽ മാറ്റമില്ല എന്നിങ്ങനെയുള്ള പരാതികൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധിയെ കൂടുതൽ ഗൗരവമുള്ളതാക്കുകയാണ്. കേരളം വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യക്ഷേമത്തിന്റെയും മാതൃകയാണെന്ന അഭിമാനത്തോടെ പറയുന്ന നാടാണ്. അത്തരമൊരു സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ പദ്ധതി തന്നെ പ്രതിസന്ധിയിലാകുന്നത് ഭരണകൂടത്തിന് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ഇത് വെറും സാമ്പത്തിക കണക്കുകളുടെ പ്രശ്നമല്ല, കുട്ടികളുടെ പോഷകാഹാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾ തുടരുമെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടാകരുത്. കുട്ടികളുടെ ഭക്ഷണം ഒരു സർക്കാരിന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇരയാകരുത്. ഏത് സർക്കാരായാലും വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ ആവശ്യമായ ധനസഹായം സമയബന്ധിതമായി ഉറപ്പാക്കേണ്ടത് അവരുടെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ കഞ്ഞിപ്പാത്രം ശൂന്യമാകുന്ന അവസ്ഥ ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ വിജയമായി വിശേഷിപ്പിക്കാനാവില്ല.